ഒരു വിഭാഗം ആളുകളെ രണ്ട് പ്രവാചകന്മാർ ശപിക്കാൻ കാരണം കാനൂ ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലൂ, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മകളെ അവരാരും എതിർക്കാത്തവരായിരുന്നു, കണ്ടില്ലെന്ന് നടിക്കുകയായിരുന്നു. നമ്മുടെ ചുറ്റുവട്ടത്ത് കൂട്ടുകാരെ പറ്റി അറിയാം. ചിലർ പറയില്ലേ, ഓനെ കുറച്ച് അഫയർ പ്രശ്നമുണ്ട്, ഓൻ പെണ്ണിന്റെ ആളാണ്, ഓൻ കള്ളിന്റെ ആളാണ്, ഓൻ മയക്കുമരുന്ന്, ഒന്ന് മയങ്ങനുണ്ട്, ഓൻ പെയിന്റ് അടിക്കുന്നുണ്ട്, ഓൻ അതുണ്ട്. പല പെയിന്റ് പണിനെ കുറിച്ചല്ല പറഞ്ഞത്, മയക്കുമരുന്നിന്റെ പല കൂട് ഭാഷകളുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇതറിയുന്ന കൂട്ടുകാരെ, അത് ഓൻ ചെയ്തോട്ടെ, ഞാൻ ചെയ്യുന്നില്ലല്ലോ. അങ്ങനെയല്ല, നീ അത് ചെയ്യല്ലടാ. നീ ഇങ്ങനെ മരിച്ചാൽ അള്ളാന്റെ അടുത്ത് മയക്കുമരുന്ന് അഡിക്ഷനിൽ നീ നിന്റെ മലക്കുൽ മൗത്തിന്റെ റൂഹിനെ പിടിച്ചാൽ നീ പോകുന്ന നരകത്തിലേക്കല്ല. യുഹ്ശറുന്നാസു അലാ മാ മാതു അലൈഹി, നിങ്ങൾ എങ്ങനെയാണോ മരിക്കേണ്ടത് അങ്ങനെയാണ് നാളെ പരലോകത്ത് പുനർജന്മം നൽകുക. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ നീ ഇങ്ങനെ മരിച്ചാൽ നിനക്ക് അദാബല്ലടോ, നാളെ നിന്റെ പരലോകം എന്നേക്കുമായുള്ള നിന്റെ ഒരു ജീവിതം ഒരു നേരത്തെ ഒരു ആസ്വാദനം കൊണ്ട് നീ നശിപ്പിക്കണോ? കൂട്ടുകാർ പറയണം.